നീ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തത് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ്. ഡാർക്ക് സൈക്കോളജി പഠിച്ച് വലിയ ആളാകണം അല്ലേ? പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് നിന്റെ സ്വന്തം മനസ്സിനെ ഇപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിന്റെ ഫോണൊന്ന് താഴെ വയ്ക്കാൻ, രാവിലെ കൃത്യസമയത്ത് എഴുന്നേൽക്കാൻ, തീരുമാനിച്ച കാര്യങ്ങൾ ചെയ്യാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ഇല്ല. സ്വന്തം മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത നീ എങ്ങനെയാടാ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്? ഇപ്പോഴും വെറുതെ സമയം കളഞ്ഞ് കംഫർട്ട് സോണിലിരിക്കുന്ന നിനക്ക് ആരെയും സ്വാധീനിക്കാൻ കഴിയില്ല. പക്ഷേ നിനക്ക് ശരിക്കും പവർ വേണമെങ്കിൽ, മറ്റുള്ളവർ നിന്നെ ബഹുമാനിക്കണം എന്ന നിർബന്ധമുണ്ടെങ്കിൽ, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. 5 സൈക്കോളജിക്കൽ ട്രിക്കുകളാണ് ഞാൻ പറയുന്നത്. സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക. കാരണം ഇത് നിന്റെ ഐഡന്റിറ്റി തന്നെ മാറ്റാൻ പോകുകയാണ്. നീ ഇപ്പോൾ വളരെ വീക്കാണ്. മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാനാണ് നീ എപ്പോഴും നോക്കുന്നത്. ആരെങ്കിലും ഒന്ന് കളിയാക്കിയാൽ അല്ലെങ്കിൽ ഒന്ന് കുറ്റപ്പെടുത്തിയാൽ അപ്പോൾ തന്നെ നീ തളർന്നു പോകും. നിന്റെ ഈ വീക്ക്നെസ് വെച്ചാണ് മറ്റുള്ളവർ നിന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഈ അവസ്ഥ ഇന്ന് മാറണം. ഒന്നാമത്തെ ട്രിക്ക്, നിശബ്ദതയുടെ പവർ. ആരെങ്കിലും നിന്നെ അപമാനിക്കുമ്പോഴോ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കുമ്പോഴോ തിരിച്ചൊന്നും പറയാതിരിക്കുക. അവരുടെ കണ്ണിൽ കൃത്യമായി നോക്കി ഒരു ഭാവവ്യത്യാസവുമില്ലാതെ വെറുതെ നിൽക്കുക. അവർ ശരിക്കും പേടിക്കും. അവരുടെ ഉള്ളിൽ ഒരസ്വസ്ഥതയുണ്ടാകും. പക്ഷേ അത് ചെയ്യണമെങ്കിൽ നിനക്ക് ഭയങ്കരമായ ഡിസിപ്ലിൻ വേണം. വെറുതെ കുരയ്ക്കുന്ന പട്ടിയാകരുത്. നിന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ആദ്യം നീ പഠിക്ക. രണ്ടാമത്തേത്, ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ്. നിന്നെ കൺട്രോൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം നീ എല്ലാത്തിനും അപ്പോൾ തന്നെ പ്രതികരിക്കും. വിഷമം വന്നാലും ദേഷ്യം വന്നാലും നീ അത് പുറത്ത് കാണിക്കും. അത് മാറ്റണം. നിന്റെ ഫീലിംഗ്സിനേക്കാൾ പ്രാധാന്യം നിന്റെ ലക്ഷ്യങ്ങൾക്ക് കൊടുക്കുക. മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന ചിന്ത അങ്ങ് വലിച്ചെറിയുക. നീ ഇമോഷണലി സ്ട്രോങ് ആകുമ്പോൾ നീ ശരിക്കും ഡേഞ്ചറസ് ആകും. ഈ ഒരു മാറ്റം നിനക്ക് വേദന നൽകും. പക്ഷേ ആ ഡിസ്കംഫേർട്ടിലൂടെ നീ കടന്നുപോയേ മതിയാകൂ. മൂന്നാമത്തെ കാര്യം, സംസാരിക്കുന്നത് കുറയ്ക്കുക, പ്രവർത്തിക്കുക. നീ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, നിന്റെ പ്ലാനുകൾ, ഇതൊക്കെ എല്ലാവരോടും വിളിച്ചു പറയാതിരിക്കുക. നിന്നെ എളുപ്പത്തിൽ വായിച്ചെടുക്കാൻ അവർക്ക് കഴിയുന്നതുകൊണ്ടാണ് നീ പലപ്പോഴും തോറ്റുപോകുന്നത്. വായടച്ചുവെച്ച് ഇരുട്ടിൽ ഹാർഡ് വർക്ക് ചെയ്യുക. ഒരു ദിവസം നിന്റെ റിസൾട്ട് കണ്ട് അവർ ഞെട്ടണം. അതാണ് യഥാർത്ഥ മൈൻഡ് കൺട്രോൾ. ആ സമയം നിന്നെ എങ്ങനെ നേരിടണം എന്ന് അവർക്ക് മനസ്സിലാകാൻ പാടില്ല. നീ തീർത്തും വേറെ ഒരു മനുഷ്യനായി മാറണം. നാലാമത്തേത്, നിന്റെ അറ്റൻഷൻ. നിന്റെ ഫോക്കസാണ് നിന്റെ ഏറ്റവും വലിയ ആയുധം. വേണ്ടാത്ത കാര്യങ്ങൾക്ക് സമയം കൊടുക്കുന്നത് നിർത്തുക. വെറുതെ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്ത് സമയം കളയുന്നതും നിനക്ക് യാതൊരു വിലയും തരാത്ത മനുഷ്യരുടെ പിന്നാലെ പോകുന്നതും ഇന്ന് നിർത്തുക. നിന്റെ ആ എനർജി, നിന്റെ ആ സമയം നിനക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. നീ നിന്റെ ലൈഫിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ആളുകൾ നിന്റെ അറ്റൻഷനു വേണ്ടി പുറകെ വരാൻ തുടങ്ങും. അഞ്ചാമത്തെ ഏറ്റവും പവർഫുള്ളായ ട്രിക്ക്, ഇറങ്ങിപ്പോരാനുള്ള ധൈര്യം. നിനക്ക് ഗുണം ചെയ്യാത്ത ഏത് ബന്ധത്തിൽ നിന്നും, ചീത്ത ശീലങ്ങളിൽ നിന്നും യാതൊരു മടിയുമില്ലാതെ വാക്കൗട്ട് ചെയ്യാനുള്ള ധൈര്യം നിനക്കുണ്ടാകണം. നിന്റെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എന്തിനേയും അപ്പോൾ തന്നെ വലിച്ചെറിയാൻ നിനക്ക് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് ആർക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. മറ്റുള്ളവരെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാമെന്ന് പഠിക്കാനാണ് നീ ഈ വീഡിയോ കാണാൻ വന്നത് അല്ലേ? പക്ഷേ യഥാർത്ഥ ഡാർക്ക് സൈക്കോളജി എന്താണെന്നറിയാമോ? അത് നിന്നെ തന്നെ പൂർണ്ണമായി നിയന്ത്രിക്കുക എന്നതാണ്. മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം നീ നിന്നെ തന്നെ മാറ്റിയെടുക്കുക. നീ ഡിസിപ്ലിൻഡ് ആകുമ്പോൾ നിന്റെ പഴയ ഐഡന്റിറ്റി മാറി നീ വേറൊരാളായി മാറുമ്പോൾ മറ്റുള്ളവരുടെ ബഹുമാനത്തിനു വേണ്ടി നിനക്ക് കെഞ്ചേണ്ടി വരില്ല. നിന്റെ പ്രവൃത്തികൾ കണ്ട് ഈ ലോകം നിനക്ക് മുന്നിൽ വഴിമാറിത്തരും. ഇനി തീരുമാനം നിന്റേതാണ്.
പഴയതുപോലെ വീക്കായി സമയം കളഞ്ഞ് ജീവിക്കണോ അതോ സ്വന്തം ജീവിതത്തിന്റെ കൺട്രോൾ ഏറ്റെടുക്കണോ? എഴുന്നേൽക്ക്, വർക്ക് ചെയ്യാൻ സമയമായി.